എൻ്റെ ഒരു അനുഭവം നാരായണഗുരുവിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു പുതിയ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ പ്രശ്നത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവിനെ നമ്മൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് ഗുരു അവിടെ മാറുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആശയങ്ങളുടെ തെളിച്ചങ്ങളുടെ ഒക്കെ ഒരു സ്രോതസ്സാണ് ഗുരു എന്ന് അങ്ങനെ തോന്നും. വായിച്ചാലും വായിച്ചാലും തീരില്ല, വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പണ്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു. അതേപോലെ വായിച്ചാലും ഒരു തീരാത്ത പുസ്തകമായിട്ട് ആണ് ഗുരു എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ അനുകമ്പ, കമ്പാഷൻ എന്നുള്ള ഒരു വിഷയം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ചു ദിവസം മുമ്പ് ഞാൻ ആ രീതിയിലൊന്ന് ഗുരുവിനെ വായിച്ച് പഠിച്ച് ആശയങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു അവതരണവും വരുന്നത്. അപ്പൊ നോക്കുമ്പോ വലിയ ഒരു തെളിച്ചമാണ് ഗുരുവിലൂടെ നമുക്ക് കിട്ടുമ്പോൾ. ഒരു വിഷയവുമായിട്ട് ഗുരുവിന്റെ അടുത്ത് ചെന്ന ഗുരു ആ വിഷയത്തിനുള്ള ഒരു മറുപടിയായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു അനുഭവം ആണ് ഉള്ളത്. ഇന്ന് ഈ വിഷയത്തില് പറഞ്ഞിരിക്കുന്നത് പോലെ അനുകമ്പ എന്ന ദർശനം, നാരായണ ഗുരുവും അനുകമ്പ എന്ന ദർശനം, വാസ്തവത്തില് ദർശനം വാക്കുകൾക്കൊക്കെ അതിൻ്റെതായ പരിമിതി ഉണ്ടല്ലോ. ദർശനം ആണോ, അനുകമ്പയെ എങ്ങനെയാണ് ഗുരു വിഭാവനം ചെയ്തത്, അനുകമ്പ അങ്ങനെ വിഭാവനം ചെയ്യപ്പെട്ട, സങ്കല്പനം ചെയ്യപ്പെട്ട ആ അനുകമ്പ ഗുരുവിലൂടെ ഏതെല്ലാം രീതിയിലാണ് അത് വെളിച്ചം കണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് വെളിച്ചമായിട്ട് പുറത്തേക്ക് സമൂഹത്തിലേക്ക് പകർന്നു നൽകപ്പെട്ടത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ്. കാരണം അനുകമ്പ എന്ന് പറഞ്ഞാൽ തന്നെ അത് സമൂഹത്തിലേക്ക് വരേണ്ടതാണ്. സമൂഹത്തിലേക്ക്, മനുഷ്യരിലേക്ക്, ജീവജാലങ്ങളിലേക്ക്, പുറത്തേക്ക് ഒക്കെ പകർന്നു നൽകപ്പെടേണ്ട ഒന്നാണ് അനുകമ്പ. അതൊരു സങ്കല്പനമായിട്ട് നിൽക്കേണ്ടതല്ല. അപ്പോൾ ഒരേ സമയം അതൊരു സങ്കല്പനവുമാണ്, അതേസമയം അത് സമൂഹത്തിലേക്ക് പകർന്നു നൽകപ്പെടുന്ന ഒരു ക്രിയയും കൂടെ, ഒരു ക്രിയയിലൂടെ പകർന്നു നൽകപ്പെടുന്ന, ചിന്തയിലൂടെയോ ഭാഷയിലൂടെയോ ക്രിയയിലൂടെയോ ഒക്കെ പകർന്നു നൽകപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അനുകമ്പ. അപ്പോ അതുകൊണ്ട് ഈ ഒരു വിഷയം ഗുരുവിലൂടെ കാണാൻ ശ്രമിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇതിനൊരു അവസരം കിട്ടിയതിലുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. ഗുരുവിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഗുരുവിനെ ഒരു കള്ളിയിലും ഒതുക്കാനായിട്ട് സാധിക്കില്ല. ചിന്തകനായിട്ട്, തത്വചിന്തകനായിട്ടും ദാർശനികനായിട്ടും ഒക്കെ ഗുരുവിനെ പഠിക്കുന്നു. കവിയായിട്ട്, ഒരു രചയിതാവായിട്ട്, ഒരു ഭാഷാ പ്രവർത്തകനായിട്ട് ഗുരുവിനെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് അങ്ങനെയും പിന്നെ പഠിക്കുന്നു, അവതരിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രത്യേക കള്ളിയിൽ ഗുരുവിനെ ഒതുക്കാനായിട്ട് സാധിക്കില്ല. ഇതെല്ലാം തന്നെ പരസ്പര പൂരകങ്ങളും, ഇതെല്ലാം ആയിരിക്കെ തന്നെ ഇത് വെള്ളം കടക്കാത്ത അറകളല്ല, പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിച്ച് ഗുരുവിന്റെ ചില പ്രവർത്തന അല്ലെങ്കിൽ ചിന്താ മണ്ഡലങ്ങളാണെന്ന് നമുക്ക് കാണാം. ഇപ്പോ ഒരു കവി എന്നുള്ള നിലയിൽ, ഒരു രചയിതാവ് എന്നുള്ള നിലയിൽ ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 3 ഭാഷകളിൽ എഴുതി, ഇംഗ്ലീഷ് മുതലായ ഭാഷകളെ കുറിച്ച്, അതിന്റെ പഠന ആവശ്യത്തിനെ കുറിച്ചൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പല ഭാഷകളിൽ നിന്ന് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. അങ്ങനെ അതുപോലെ ഈ എന്താണ്, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക്, തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക്, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക്, അങ്ങനെ പല പല ഭാഷകളിൽ നിന്ന് വിവർത്തനം ചെയ്തു, പല പല ഭാഷകളിൽ എഴുതുകയും ചെയ്തു. സംസ്കൃതം, തമിഴ്, മലയാളം, 40ഓളം കൃതികളൊക്കെയാണ് ഉള്ളത്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഏതുതരം കൃതികളാണ് സംസ്കൃതത്തിൽ എഴുതിയത്, ഏതുതരം കൃതികളാണ് മലയാളത്തിൽ എഴുതിയത്, ഏതാണ് തമിഴിൽ എഴുതിയത്, ഭാഷ ഏതാണെന്ന് സ്വീകരിക്കുന്നതിൽ ഗുരുവിന്റെ മാനദണ്ഡം എന്തായിരുന്നു എന്നൊക്കെയുള്ള
വേറൊരു പഠന വിഷയമാണ്. പക്ഷെ ഈ ഒരു അനുകമ്പ എന്നുള്ള ഒരു 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 ആശയം വെച്ചിട്ട് ഗുരുവിനെ നമ്മൾ പഠിക്കുമ്പോൾ ഗുരുവിന്റെ ഓരോ പ്രവൃത്തിയിലും ഗുരുവിനെ പറ്റി ഏത് ആസ്പെക്റ്റിൽ നിന്ന് പഠിച്ചാലും അവിടെ നമുക്ക് അനുകമ്പ വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുവിനെ പഠിക്കുമ്പോൾ ആ പഠനം എന്ന് പറയുന്നത് ഒരു ബഹുതല സ്പർശിയായിരിക്കുന്ന ഒരു പഠനം, മൾട്ടി ഡയമെൻഷണൽ ഒരു ബഹുതല സ്പർശിയായിരിക്കുന്ന പഠനമായിരിക്കും. ബഹുഭാഷ ഒരു സംസ്കാരത്തിന്റെ പല ഭാഷകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഗുരുവിനെ പറ്റി പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഒരു ബഹുവിജ്ഞാനം, മൾട്ടി ഡിസിപ്ലിനറി ബഹുവിജ്ഞാനം, ആ ഒരു സങ്കല്പനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗുരുവിനെ പറ്റി പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും ഒരു 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 ബഹുത്വം, സംസ്കാരത്തിന്റെയും ഭാഷയുടെയും വിജ്ഞാനത്തിന്റെയും ഒരു നാനാത്വം അത് ഗുരുവിലുണ്ട് എന്ന് പറയുമ്പോഴും എന്തിനായിരുന്നു അങ്ങനെ ഒരു നാനാത്വം ഗുരുവിൽ ഉണ്ടായിരുന്നതിന്റെ ഒരു ആവശ്യം എന്തായിരുന്നു എന്ന് ആലോചിക്കാം. അതുപോലെ തന്നെ ഈ എല്ലാ വൈവിധ്യം, ഈ എല്ലാ നാനാത്വത്തിനെയും ഏകോപിപ്പിച്ചിരുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ പിന്നെ ചിതറി ചിതറി പോവല്ലോ, അങ്ങനെയല്ല, ഈ എല്ലാ നാനാ രീതികളിലുള്ള പ്രവർത്തനമായാലും അറിവായാലും രചനയായാലും ഇതിനെയൊക്കെ ഏകോപിപ്പിച്ചിരുന്ന ഒരു ഘടകം എന്തായിരുന്നു എന്നും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും ആ ഒരു സമഗ്രത എന്ന് പറയുന്ന ഒരു കാര്യം ഗുരുവിനെ പഠിക്കുമ്പോൾ, അങ്ങനെ ഒന്നുണ്ടോ അറിയില്ല, എന്നാലും ആ സമഗ്രതയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഗുരു നമുക്കറിയാം പ്രതിഷ്ഠകൾ നടത്തി, പലതരം കൃതികൾ എഴുതി, പല ഭാഷകളിൽ എഴുതി. അപ്പൊ പല ഭാഷകളിലൊക്കെ എഴുതുമ്പോൾ പലതരം പഠിതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ അതൊക്കെ തന്നെയാണല്ലോ വിവർത്തനത്തിന്റെയും ഒക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്. പലതരം പഠിതാക്കളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, പലതരം വായനക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്താണ് എങ്ങനെയാണ് ഇത് തീരുമാനിക്കുക? പലത്, അല്ലെ? ഈ പലമ എന്ന് പറയുന്ന ഈ ഒരു നാനാത്വം എന്തടിസ്ഥാനത്തിലാണ് ഈ പലത് എന്നെ ഗുരു തീരുമാനിച്ചത് എന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു സമൂഹത്തിനായാലും വ്യക്തിക്കായാലും ഗുരു സമൂഹത്തിനെയും വ്യക്തിയെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതുകയും വായിക്കുകയും അല്ലെങ്കിൽ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പല തലങ്ങളെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പല തലങ്ങളെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ആ പല തലങ്ങളെ എന്താണ് ആ പല തലങ്ങളെ കുറിച്ചുള്ള സങ്കല്പം, അല്ലെങ്കിൽ അതിനെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക എന്നും കൂടി നമുക്ക് ആലോചിക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു അദ്വൈതത്തിന്റെ ഒരു മെത്തഡോളജി ഉണ്ട്. അതായത് പല ശരീരങ്ങളുണ്ട് നമുക്ക്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, അങ്ങനെ പറയും. സ്ഥൂല ശരീരം, അതായത് എന്താ ശരീരം എന്ന് പറഞ്ഞാല്? ശരീരം എന്ന് പറഞ്ഞാല് അനുഭവങ്ങൾക്ക് ആധാരമായത്, അനുഭവങ്ങൾക്ക് കാരണമായത്, അനുഭവങ്ങളെ നിർണയിക്കുന്നത്. അപ്പൊ സ്ഥൂല ശരീരമുണ്ട്, ഏറ്റവും മൂർത്തമായ, ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന, സ്ഥൂലാനുഭവങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ഒരു ആധാരം, ഒരു അധിഷ്ഠാനം. അതിനെയാണ് വേദാന്തത്തില് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. കുറച്ചും കൂടി ആന്തരമായിട്ട് നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് ഒരു ജീവിയുടെ സത്ത എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങളും, അതായത് സ്ഥൂല ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റൽ ആയിട്ട് നിൽക്കുന്ന, അനുഭവങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്, മറ്റേത് അനുഭവങ്ങൾക്ക് ആധാരമാണ്. ഇത് സൂക്ഷ്മ ശരീരം അനുഭവങ്ങൾക്ക് കാരണമാണ്, ഇൻസ്ട്രുമെന്റൽ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളും അന്ധക്കരണം, ഉള്ളിൽ പ്രവർത്തിപ്പിക്കുന്ന വായുക്കൾ, ഇതെല്ലാം ചേർന്നതാണ് സൂക്ഷ്മ ശരീരം, സൂക്ഷ്മാനുഭവങ്ങളാണ്. അതിനും അപ്പുറത്ത് ഒരു കാരണശരീരം ഉണ്ട് പറയുന്നുണ്ട്. കാരണശരീരം എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൽ പറയും അത് അവിദ്യയാണ് പറയും. അപ്പൊ എന്തിനാണ് ഈ അവിദ്യയെ ഒരു ശരീരമായി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു കാഴ്ചപ്പാടാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡും ഒരു ശരീരമാണ്. എന്തുകൊണ്ടാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ശരീരമായിരിക്കുന്നതെന്ന് വെച്ചാല് അതും
അനുഭവത്തിനെ നിർണയിക്കുന്നു, അനുഭവത്തിനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെയും ഒരു ശരീരമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ഥൂല അനുഭവങ്ങളുണ്ട്, കുറച്ചും കൂടി ആന്തരവും സൂക്ഷ്മവുമായ ഭാവത്തിന് പ്രാധാന്യമുള്ള അനുഭവങ്ങളുണ്ട്. കുറച്ചും കൂടി ആന്തരമായിരിക്കുന്ന അതൊരു ദാർശനികമെന്നോ ആത്മീയമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, കാഴ്ചപ്പാടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു തലവും കൂടിയുണ്ട്. അപ്പോ ഇതൊരു സാമാന്യമായിട്ടുള്ള ഒരു 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 സമീപനാണ് വേദാന്തത്തിലെ. അപ്പൊ ഒരു 14ാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകത്തിൽ പറയും, ഇങ്ങനെ 3 തരം ശരീരങ്ങളുണ്ട്. ഈ ഓരോ തരം ശരീരത്തിനെയും അതാത് രോഗങ്ങൾ ആണ് ബാധിക്കുക, അതാത് രോഗങ്ങൾക്ക് അതാത് ചികിത്സയും ചെയ്യണം എന്ന് പറയും. അതായത് സ്ഥൂല ശരീരത്തിനെ ബാധിക്കുന്നത് വാതപിത്ത കഫങ്ങൾ, ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അതിന്റെ ചികിത്സ ചെയ്യണം. സൂക്ഷ്മ ശരീരത്തിനെ ബാധിക്കുന്ന രോഗം എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ ഇമോഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട രാഗം, ദ്വേഷം, കാമം, ക്രോധം മുതലായതിന്റെ ഒരു അസന്തുലിതാവസ്ഥ, അതുമായി ബന്ധപ്പെട്ട വല്ലായ്മകള്, അതിൻ്റെതായിരിക്കുന്ന പ്രതിവിധി ചെയ്യണം. അതിനുശേഷം കാരണ ശരീരമുണ്ട്. കാരണ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഒരു വിവേചന ബുദ്ധി, അറിവ് മുതലായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവിടെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഈ കാരണ ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് പ്രതിവിധിയായി നിർദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ഇത് പല തലങ്ങളാണ്. അപ്പൊ ഇത് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നുള്ള ഈ അനുഭവങ്ങൾക്ക് ആധാരമായിരിക്കുന്ന, കാരണമായിരിക്കുന്ന ശരീരങ്ങള്, അതിനെ ബാധിക്കുന്ന അതാത് തരം രോഗങ്ങള്, അതാത് തരം ചികിത്സകൾ. അപ്പൊ ഇതെല്ലാത്തിനെയും രോഗമായിട്ടും ചികിത്സയൊക്കെ ആയിട്ടും വേദാന്തത്തിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ ആയുർവേദത്തിലേക്ക് പോയിട്ടില്ല, വേദാന്തത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ നമുക്ക്, ഞാൻ ആ ഒരു മെത്തഡോളജി പിന്തുടർന്നുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്ഥൂലമായൊരു ശരീരമുണ്ട്. അത് വ്യക്തിക്കായാലും ഉണ്ട്, സമൂഹത്തിനായാലും ഉണ്ട്. സ്ഥൂലവും മൂർത്തവുമായ ചില പ്രശ്നങ്ങളുണ്ട്, പെട്ടെന്ന് കാണും അല്ലെ, പ്രകടമാണ്. അതിനും അപ്പുറത്ത് സൂക്ഷ്മമായ ചില പ്രശ്നങ്ങളുണ്ട്, സൂക്ഷ്മമായിരിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. നമ്മുടെ വികാരങ്ങളിലും നമ്മുടെ ഭാവങ്ങളിലും ഭാവനകളിലും ഒക്കെയുള്ള അതിനെയൊക്കെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ചും കൂടി ആന്തരികമായിരിക്കുന്ന ദാർശനികമായ ഒരു തൃഷ്ണ ഉണ്ടാവാം, അല്ലെങ്കിൽ ദാർശനികമായ ഒരു അന്വേഷണം, അല്ലെങ്കിൽ ദാർശനികമായൊരു ആശയക്കുഴപ്പം പലതും ഉണ്ടാവാം. അപ്പൊ ദാർശനികമോ എന്ത് കുറച്ചും കൂടി ആന്തരമായ എന്നുള്ള അർത്ഥത്തിലാണ്, സൂക്ഷ്മമായ എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ നാരായണഗുരു ചെയ്തത് സമൂഹത്തിലെ ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന, പ്രകടമായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ചു, ആ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളെ കുറിച്ച് ആലോചിച്ചു. അത് എന്താണ്, പാഠശാലകൾ സ്ഥാപിച്ചു, പലതും ആശ്രമങ്ങൾ സ്ഥാപിച്ചു, പ്രതിഷ്ഠകൾ നടത്തി, പല കാര്യങ്ങളും ചെയ്തു. കുറച്ചും കൂടിയും ഉള്ളിലേക്ക് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ വേറെ സൂക്ഷ്മമായ ചില ചോദനകൾ അല്ലെ, അത് ഭാഷ കൊണ്ട് പരിഹരിക്കപ്പെടേണ്ടതായിരിക്കാം, സംവാദം കൊണ്ട് പരിഹരിക്കപ്പെടേണ്ടതായിരിക്കാം. അത്തരം ചില പ്രശ്നങ്ങളും കൂടി അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും അതിന് ഉള്ള പരിഹാരത്തിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. കുറച്ചും കൂടി അപ്പുറത്ത് ചിന്തയുടെയൊക്കെ വളരെ ആഴത്തിലുള്ള ചിന്ത, അദ്ദേഹത്തിന്റെ അറിവ് എന്ന് പറഞ്ഞ കൃതിയൊക്കെ അതിനൊരു ഉദാഹരണമാണ്. വളരെ ആഴത്തിലുള്ള ഒരു ചിന്ത, ആ ചിന്തയുടെ മണ്ഡലത്തിലുള്ള ചില ആവശ്യങ്ങൾ, മനുഷ്യർക്ക് അത്തരം ആവശ്യങ്ങളുണ്ട്. അപ്പൊ അത്തരം ആവശ്യങ്ങള്, അത്തരം പോരായ്മകള്, അത്തരം പ്രശ്നങ്ങള്, അതിനെക്കുറിച്ച് ആലോചിക്കുകയും അത്തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും അങ്ങനെ ചില പരിഹാരങ്ങൾ അദ്ദേഹത്തിലൂടെ സമൂഹത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ഇത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏത് പ്രവൃത്തി എടുത്ത് നോക്കിയാലും ഈ തലങ്ങൾ കാണാം എന്നാണ് ഞാൻ പറയണത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠകള് നോക്കുമ്പോൾ, ഞാനത് വരുന്നുണ്ട്, എന്നാലും
സന്ദർഭവശാൽ പറയാണ്. പ്രതിഷ്ഠകൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു പല ഭക്തര് ആവശ്യപ്പെട്ടിട്ടാവാം, പല കാര്യങ്ങളെ കൊണ്ടായിരിക്കും, നാട്ടുകാരെ ആവശ്യപ്പെട്ടിട്ടാവാം, അദ്ദേഹം പ്രതിഷ്ഠിക്കും ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു രൂപം പ്രതിഷ്ഠിക്കും. എന്നിട്ട് ആ പ്രതിഷ്ഠയെ കുറിച്ച്, അപ്പൊ അതിന്റെ പിന്നിൽ ഒരു സങ്കല്പമുണ്ട്, വെറുതെ പ്രതിഷ്ഠിക്കല്ല, ആ സങ്കല്പമുണ്ട്. ആ സങ്കല്പം ഇപ്പൊ മണ്ണന്തല ദേവി ക്ഷേത്രം, മണ്ണന്തല പ്രതിഷ്ഠ, മണ്ണന്തല ദേവി സ്തോത്രം ഉണ്ട്. അദ്ദേഹം ഒരു സ്തോത്രം, അതില് ഭക്തിയുണ്ട്, ദർശനമുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്, കവിതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 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 ഭാഷാപരമായ ഒരു രചന ചെയ്യും. അതിനും അപ്പുറത്ത് അതിനൊരു തത്വമുണ്ട് പിന്നില്. ആ തത്വത്തിനെയും അദ്ദേഹം സംഭാഷണങ്ങളിലൂടെയും ഈ സംഭാഷണങ്ങളിലൂടെയും ഈ രചനകളിലൂടെയും ഒക്കെ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം എടുത്താലും ഈ 3 തലങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണാം എന്ന് ഒരു ഉദാഹരണ സന്ദർഭവശാൽ പറഞ്ഞതാണ്. പിന്നെ അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാണ്, ഈ 3 പല തലങ്ങളുണ്ട്, പല തലങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു, പല തലങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ചു പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ശ്രമിക്കുമ്പോഴും അപ്പോഴും അവിടെ ആ പലമയെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത് വേറെ രീതിയിലും പറയാൻ പറ്റുമായിരിക്കും. ഈ പലമയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോഴും, പലമയെ അഭിസംബോധന പലതരത്തിൽ ചെയ്യുമ്പോഴും, ഈ പലതരത്തിൽ ചെയ്യുമ്പോഴും ഒരു ഇവയെ ഏകോപിപ്പിക്കുന്ന ഒരു ഘടകം അദ്ദേഹത്തിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കാതെ അത് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഈ പല ഘടകങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ പലതരം പ്രവൃത്തികളെ കൂട്ടിയിണക്കുന്ന ഒരു 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 നൂലില് പലതരം മുത്തുകള് കോർക്കുന്നത് പോലെ ഒരു നൂലില് ഒരു ആശയമാകുന്ന ഒരു തത്വമാകുന്ന നൂലില് പലതരം പ്രവർത്തനങ്ങളെ അദ്ദേഹം കോർത്തിണക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടിയിണക്കിയ ഘടകം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം. അത് ധർമ്മമാണോ? ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത്? ധർമ്മം എന്നതിനെ വിളിക്കാമോ? ആ ഏകോപന ഘടകത്തെ ധർമ്മം എന്ന് വിളിച്ചാൽ മതിയോ? അതോ ദർശനം, അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടായിരുന്നു, ആ ദർശനം എന്നാണോ വിളിക്കേണ്ടത്? അതോ കർമ്മം എന്നാണോ വിളിക്കേണ്ടത്? അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വന്നെത്തുന്ന ഒരു കാര്യം, ഒരു ആശയം എന്ന് പറയുന്നത് അനുകമ്പ എന്നുള്ളതാണ്. അത് ഈ അനുകമ്പ എന്നുള്ള ചരടിൽ കോർത്തുകൊണ്ടാണ് പല 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 പ്രവൃത്തികളെ അദ്ദേഹം ചെയ്തത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ അനുകമ്പയിലൂടെയാണ് ഈ എല്ലാ പ്രവർത്തനങ്ങളും വന്ന് ഒന്നിച്ചിരുന്നത് അനുകമ്പയിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് അനുകമ്പ എന്ന് അദ്ദേഹം അനുകമ്പ ദശകം എഴുതിയിട്ടുണ്ട്. 10 പദ്യങ്ങളുണ്ട്. ആ 10 പദ്യങ്ങളുള്ള അനുകമ്പ ദശകത്തില് എന്താണ് അനുകമ്പയെ തീമാറ്റൈസ് ചെയ്യാണ്. എന്താണ് അനുകമ്പ എന്ന് ആലോചിക്കുകയാണ് അദ്ദേഹം. 10 ആദ്യത്തെ 5 പദ്യത്തില് എന്താണ് അനുകമ്പ എന്ന് ആലോചിക്കും. പിന്നത്തെ 5 പദ്യത്തില് ഈ ലോകത്തില് അനുകമ്പയോടുകൂടി ജനിച്ച്, അല്ലെങ്കിൽ ലോകത്തിൽ ജനിച്ച് അനുകമ്പാപൂർണമായി പ്രവർത്തിച്ച് അങ്ങനെ ജീവിതം സഫലമാക്കിയ അനുകമ്പയാണ്ടവൻ ഇന്നാളാണോ അനുകമ്പയാണ്ടവൻ എന്ന് ഞാൻ ആ പദ്യത്തിലേക്ക് വരാം. അപ്പൊ അങ്ങനെ ഒരു അനുകമ്പ ദശകമുണ്ട്. ഇപ്പൊ ഇതിന് സമാനമായിട്ട് അനുകമ്പയെ തന്നെ, എന്താണ് അനുകമ്പ? അനുകമ്പയെ തിമാറ്റൈസ് ചെയ്യുന്നത് പിന്നെ ഞാൻ കണ്ടത് പാലി ഭാഷയിൽ എഴുതിയ ബൗദ്ധ ഗ്രന്ഥം ആയിരിക്കുന്ന അനുകമ്പ സുത്തം. സുത്തം എന്ന് പറഞ്ഞാല് സൂത്രം. സുത്തം പാലി വാക്കാണ്. അതില് സുത്തപിടകം, ത്രിപിടകങ്ങളില്
അഭിധമ്മ പിടകം, വിനയ പിടകം, സുത്ത പിടകം. അതില് സുത്ത പിടകത്തിലെ ഒരു ഭാഗമാണ് അംഗുത്തര നികായം. ആ പല നികായങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആ അംഗുത്തര നികായത്തിലെ അഞ്ചാമത്തെ ഭാഗത്താണ് അനുകമ്പാ സുക്തം വരുന്നത്. നാരായണഗുരുവിന്റെ അനുകമ്പ ദശകം പോലെ, അതുപോലെ എന്നല്ല പറയണ്ടേ, അതിന് മുമ്പാണല്ലോ. അപ്പൊ അനുകമ്പാ സുക്തം. അപ്പൊ അതില് എന്താണ് അനുകമ്പ എന്ന് അതില് അന്വേഷിക്കുകയാണ്. ആ സുത്തത്തില് ചോദിക്കുകയാണ്, ബുദ്ധനോട് ശിഷ്യര് ചോദിക്കുകയാണ്, അനുകമ്പയുള്ള ഒരു ഭിക്ഷുവിന്റെ, ഒരു ശ്രമണന്റെ, ഈ വിഹാരത്തിൽ താമസിക്കുന്ന ഒരു ശ്രമണന്റെ 5 ഗുണങ്ങൾ ഏതൊക്കെയായിരിക്കും? അപ്പൊ എങ്ങനെയാണ് ഒരാളെ, അയാൾക്ക് അനുകമ്പ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുക? അല്ലെ, ഈ ആള്, ഒരു ശ്രമണൻ ബഹുജനങ്ങളോട് പെരുമാറുന്ന രീതിയിൽ എന്തൊക്കെ ഉണ്ടായാലാണ് അയാളെ അനുകമ്പ ഉള്ള ആളെന്ന് പറയാൻ പറ്റുക എന്ന് ചോദിച്ചിട്ട്, അപ്പൊ ബുദ്ധൻ മറുപടി പറയാണ്. 5 കാര്യങ്ങൾ അവിടെ പറയും. ശീലം പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു ദൈനംദിന പ്രവൃത്തിയിലുള്ള ഒരു ധാർമ്മികമായിരിക്കുന്ന ചില ചിട്ടവട്ടങ്ങള്, ശീലം. അതുപോലെ ധർമ്മം പറഞ്ഞു കൊടുക്കണം, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ സ്മൃതി, സതി എന്നാണ് പാലിയില് പറയണ സ്മൃതി. ഓർമ്മ എന്ന് പറഞ്ഞാൽ വെറുതെ ഓർമ്മയല്ല, മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ ഇന്ന് തർജ്ജമ ചെയ്യുന്നുണ്ടല്ലോ, വിപස්සന. ആ ഒരു ജാഗ്രത അത് ഉണ്ടായിരിക്കണം. അതുപോലെ നന്മ ചെയ്യണം. അവിടെ പുണ്യം എന്നാണ് വാക്ക്, പുണ്യം അല്ലെങ്കിൽ നന്മ ചെയ്യണം. പിന്നെ 5-മത്തെയാണ് ഭോജനം. ഏത് ഭോജനമായാലും അതിനെ ബഹുമാനിക്കണം, അത് കളയരുത്. അത് കളയാതെ അതിന്റെ മൂല്യത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭോജനം, കിട്ടുന്ന ഭോജനം കഴിക്കണം. ഇങ്ങനെ 5 കാര്യങ്ങൾ പറയും. ഇതാണ് അനുകമ്പ സുക്തം. ചെറിയൊരു ഭാഗമാണ്. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അനുകമ്പയെ വിഷയമാക്കുന്ന ഒരു വിചാരമാണ് ഈ അനുകമ്പ സുക്തം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ പല തലങ്ങളുണ്ട് ഇതില്. ധർമ്മമുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ആന്തരവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒന്നാണ്. ശീലം എന്ന് പറഞ്ഞാൽ ദൈനംദിന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു ശ്രദ്ധയാണ്. നന്മ, ബാക്കിയുള്ളവരോടുള്ള ഇടപെടലാണ് അത് വരിക. അതുപോലെ ഭോജനം, ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന ഒരു കാര്യമാണ് ഭോജനം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല തലങ്ങളിൽ പുലർത്തേണ്ടുന്ന ചില സവിശേഷമായ രീതികളാണ് ഇവിടെ അനുകമ്പ എന്നുള്ള രീതിയിൽ അനുകമ്പ സുക്തത്തില് വരുന്നത്. അനുകമ്പ എന്നുള്ള വാക്ക് ഏകദേശം അതുപോലെ ഞാൻ പറയില്ല, അങ്ങനെയൊക്കെ പഠിക്കാവുന്നതാണ്. നാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകവും ഈ അനുകമ്പ സുക്തവും ഒക്കെ താരതമ്യം ചെയ്തോ അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ചോ ഒക്കെ പഠിക്കാവുന്ന കാര്യമാണ്. ഞാൻ ഇപ്പൊ ഇതിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അനുകമ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. കുറേ പര്യായങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ മലയാളത്തില് കരുണ ഒക്കെ മാറി മാറി ഉപയോഗിക്കാറുണ്ട്, ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. കരുണ, ദയ, കൃപ, പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ എന്താണ് അനുകമ്പ എന്നുള്ള വാക്കിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചലിക്കുക, ഇളകുക എന്നാണല്ലോ അർത്ഥം. അനു എന്നുള്ളതിന് 2 തരത്തിൽ അതിന് അർത്ഥം എടുക്കാം. വ്യാകരണപരമായിട്ടൊക്കെ നോക്കുമ്പോൾ അനു എന്നുള്ളതിന്, അനു എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് ആണ്, എന്താ പറയാ, ഉപസർഗമാണ്. അത് മറ്റൊന്നിനോടൊപ്പം, മറ്റൊന്നിന്റെ പിന്നാലെ, മറ്റൊന്നിനോടൊപ്പം, മറ്റൊരു കാര്യത്തിനെ തുടർന്ന്, അല്ലെ, അനുഗമിക്കുക, അനുസരിക്കുക, അനുചലനം, അനുവാദം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഹിന്ദിയിൽ തർജ്ജമ ചെയ്യണതിന് തന്നെ അനുവാദം എന്നാണ് ഹിന്ദിയിൽ അല്ലെ പറയുക. അപ്പൊ അനു എന്ന ഉപസർഗത്തിന്റെ പ്രിഫിക്സിന്റെ അർത്ഥം മറ്റൊന്നുമായി ബന്ധപ്പെട്ടതെന്നാണ്. അപ്പൊ മറ്റൊന്നിന്റെ ഒരു അവസ്ഥാവിശേഷം കൊണ്ട് അവരവരിൽ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ഒരു ചലനം, നമ്മൾ ഹി വാസ് മൂവ്ഡ് എന്ന് പറയുമല്ലോ, അല്ലെ. അപ്പൊ അതാണ്, ആ ഒരു ചലനം ഉണ്ട്. ആ ചലനം കൂടി കലർന്നതാണ് ഈ അനുകമ്പ എന്ന് പറയുന്ന വാക്ക്. അതൊരു ആക്ഷനിൽ അവസാനിക്കുന്ന, ഒരു മനോഭാവം മാത്രമല്ല, ആ മനോഭാവം ഒരു പ്രവൃത്തിയായി, കർമ്മമായി
രൂപപ്പെടുകയും ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ അനുകമ്പ എന്ന് വിളിക്കുക. ആ ഒരു വാക്ക് വെച്ച് നോക്കുമ്പോൾ അപ്പൊ ഇതാണ് അപ്പൊ ഈ നാരായണ ഗുരുവിന്റെ അനുകമ്പയെ കുറിച്ച് പറയുമ്പോൾ, അതായത് ഞാൻ ഇതില് 3 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന് അനുകമ്പ ദശകത്തിൽ എങ്ങനെയാണ് ഗുരു അനുകമ്പയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അറിവ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അറിവ്. അത് 15 പദ്യങ്ങളാണ് അറിവിൽ ഉള്ളത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ദാർശനികമായ രീതിയിൽ, വളരെ സാങ്കേതികമായിട്ടും ഒക്കെ ഉള്ള രീതിയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്കത് വായിച്ചാൽ തോന്നും അതിങ്ങനെ ഗുരു ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുതിയതല്ലായിരിക്കും. ഗുരു ഇങ്ങനെ സ്വയം എന്തോ അറിഞ്ഞുകൊണ്ട് സ്വയം അനുഭവിച്ചുകൊണ്ട് എഴുതുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അറിവ് എന്നുള്ള കൃതിയിലെ ഒരു ഭാഗം മാത്രം, അതുപോലെ ആത്മോപദേശ ശതകത്തിലെ ചില 1-2 പദ്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പ്രൈമറി ഡാറ്റ അത് മാത്രം വെച്ചിട്ടാണ്, പിന്നെ അദ്ദേഹത്തിന്റെ ക്ഷേത്രപ്രതിഷ്ഠ പോലെയുള്ള ചില കാര്യങ്ങൾ, ഇത് വെച്ചിട്ടാണ് ഞാൻ ഗുരുവും അനുകമ്പ എന്ന ദർശനവും എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇതില് അനുകമ്പ ദശകത്തില് നേരത്തെ അനുകമ്പ ദശകത്തിലെ 10 പദ്യാണ്. അതില് ആദ്യത്തെ 5 പദ്യങ്ങള് എന്താണ് അനുകമ്പ, നേരത്തെ അനുകമ്പ സുത്തത്തിൽ പറഞ്ഞതുപോലെ എന്താണ് അനുകമ്പ എന്ന് പറയാണ്. ഞാൻ അങ്ങനെ വായിക്കണില്ല, പക്ഷെ എല്ലാവർക്കും അനുകമ്പ ദശകമൊക്കെ കേട്ടും ഒക്കെ വായിച്ചൊക്കെ പരിചയമൊക്കെ ഉണ്ടാവും. ഇതില് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ പദ്യം, അതില് ഗുരു പറയുന്നത്, അനുകമ്പയെ അവതരിപ്പിക്കുന്നത് നിരുപാധികമായിരിക്കണം അനുകമ്പ, അല്ലെ? വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ, ഒരു പ്രത്യേക ഉദ്ദേശത്തിനല്ലാതെ നിരന്തരമായിട്ട് എല്ലായ്പ്പോഴും അതിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളത്, അതാണ് അനുകമ്പ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ ഒരു അനുകമ്പയുടെ ഒരു നിരുപാധികമായ സ്വഭാവത്തിനെ അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ ഗുരു വേറെ ചില വാക്കുകൾ, അരുള്, ഇമ്പം, ഇമ്പം, അൻപ് മുതലായ ചില പദങ്ങളും ചില ആശയങ്ങളും ഒക്കെ അവതരിപ്പിക്കുകയാണ്. മൂന്നാമത്തെ പദ്യാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പദ്യാണ്. അരുള്, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം, അരുളുള്ളവനാണു ജീവി എന്നുരുവിട്ടിടുക ഈ നവാക്ഷരി. അരുളുള്ളവനാണ് ജീവി. അപ്പൊ ഇവിടെ അരുള്, അൻപ്, അനുകമ്പ 3 കാര്യങ്ങളുണ്ട്. ഈ 3നും പൊരുൾ ഒന്നു തന്നെയാണ്, അതിന്റെ സാരം ഒന്നു തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ അരുൾ എന്നുള്ള വാക്കിനെയൊക്കെ പലരും പല രീതിയിലാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഞാൻ 3 വ്യാഖ്യാനങ്ങളാണ് നോക്കിയത്. ഒന്ന് ടി ഭാസ്കരൻ, ജി ബാലകൃഷ്ണൻ നായർ, എം.എച്ച്. ശാസ്ത്രികൾ, 3 എണ്ണാണ് നോക്കിയത്. പലതരത്തിലാണ്. അപ്പൊ അതിൽ ജി ബാലകൃഷ്ണൻ നായർ അരുൾ എന്നുള്ളതിന് ജ്ഞാനം, ആ ജ്ഞാനമാണെന്ന് കരുതാൻ പിന്നീട് ചില ന്യായങ്ങളും കാണുന്നുണ്ട്. കാരണം ഒരു കവിതയില് ഒരു വാക്കിന്റെ ഒരർത്ഥം നോക്കുമ്പോൾ മുന്നും പിന്നും ഉള്ള അതിന്റെ ഉപയോഗങ്ങളും അതിന്റെ ഒരു തുടർച്ചയൊക്കെ നോക്കിയിട്ടാണല്ലോ. അപ്പൊ അരുൾ എന്നുള്ളതിന് അറിവ് എന്നുള്ള ജ്ഞാനം എന്നുള്ള ഒരു അർത്ഥമാണെന്ന് കരുതാൻ ന്യായമുണ്ട്. അപ്പൊ അരുള്, അൻപ്, അനുകമ്പ, അല്ലെ? ജ്ഞാനം, സ്നേഹം, അനുകമ്പ, ഈ 3നും പൊരുൾ ഒന്നാണ് എന്ന് പറയുന്നു. ഇതാണ് ജീവതാരകം എന്ന് പറഞ്ഞു. അപ്പൊ അരുളുള്ളവനാണ് ജീവി, അതൊരു വാക്യം. അതാണ് ഈ നവാക്ഷരി നിങ്ങൾ വീണ്ടും വീണ്ടും പറയൂ എന്ന് പറയാണ്. ജ്ഞാനം അരുളൻപ് അനുകമ്പ 3നും പൊരുൾ ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരുളുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞാല് അത് അൻപുള്ളവനാണെന്നും അനുകമ്പയുള്ളവനാണെന്നും ഉള്ള അർത്ഥം അവിടെ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ആ ജ്ഞാനം, പിന്നെ സ്നേഹം, അനുകമ്പ 3നെയും ഇവിടെ തുലനപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അത് 3ന്റെ പൊരുൾ ഒന്നാണ് എന്ന് പറയാണ്. പിന്നെ അരുളിനെ കുറിച്ചാണ് പിന്നീടൊക്കെ പറയണത്, അരുളിന്റെ ഒരു ആവശ്യകത. 5ാമത്തെ പദ്യത്തിലും അറിവ് എന്നുള്ള വാക്ക്, അരുളിന് പകരം അറിവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറയുന്നുണ്ട്. അതിൽ 5ാമത്തെ പദ്യത്തിൽ, 5 പദ്യത്തിലാണ് ഈ അനുകമ്പയെ എന്താണ് പറയാ, അനുകമ്പയെ
തീമാറ്റൈസ് ചെയ്ത് അനുകമ്പ എന്താണെന്ന് പറയണത്. അതിൽ 5-ാമത്തെ പദ്യത്തിൽ പറയും, ഉരുവാം ഉടൽ വിട്ട് കീർത്തിയാം ഉരുവാർന്ന് ഇങ്ങ് അനുകമ്പ നിന്നിടും എന്ന് പറയും. അതായത് ഭൗതികമായിരിക്കുന്ന, സ്ഥൂലമായിരിക്കുന്ന, പ്രകടമായി കാണുന്ന എല്ലാം തന്നെ നശിച്ചു പോയാലും കീർത്തിയാം ഉരുവാർന്ന്, കീർത്തിയാകുന്ന ശരീരം ധരിച്ചുകൊണ്ട് അനുകമ്പ ഇവിടെ ഉണ്ടാവും. അനുകമ്പ എല്ലാ കാലത്തും ഉണ്ടാവും. അതാണ് അനുകമ്പയാണ് ഒരു ലൈഫ് ഫോഴ്സ് ആയിട്ട്, അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ക്രമം, ഭൗതിക പ്രപഞ്ചമൊക്കെ നശിച്ചു പോയാലും അതിന്റെ ഒരു ക്രമം അനുകമ്പയിലാണ് അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇത് വായിക്കുമ്പോൾ ഓർമ്മ വന്ന വേറൊരു കാര്യം, അതായത് എല്ലാ ഉപാധികളും എല്ലാ ഭൗതികങ്ങളായിരിക്കുന്ന കരുക്കളും ഒക്കെ നശിച്ചു പോയാലും കീർത്തിയാം ഉരുവാർന്ന്, കീർത്തിയുടെ രൂപത്തിൽ ഇവിടെ അനുകമ്പ എല്ലാ കാലത്തും ഉണ്ടാവും. എനിക്കപ്പോ കുട്ടിക്കൃഷ്ണമാരാരുടെ ഒരു പ്രയോഗം ആണ് ഓർമ്മ വന്നത്. അദ്ദേഹം ഗീതാ പരിക്രമണം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയും, അത് ഇങ്ങനെ ഫിലോസോഫൈസ് ചെയ്യാണ്, ഒരു പ്രത്യേക ശ്ലോകത്തിന്റെ വ്യാഖ്യാനമൊന്നുമല്ല, ഇങ്ങനെ പറഞ്ഞ് ഒരു ഫിലോസോഫൈസ് ചെയ്യുന്ന കൂട്ടത്തില് പറയും, നമുക്കൊരാളോട് ഇഷ്ടം തോന്നി എന്ന് വിചാരിക്കുക. ഒരാളോടോ ഒരു വസ്തുവിനോടോ ഒരു സ്ഥലത്തിനോടോ ഇഷ്ടം തോന്നി, ഒരു സ്നേഹം തോന്നി. അത് കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോ ആ ആളിലുള്ള അങ്ങനെ ഇഷ്ടം തോന്നുന്നത് ചില പ്രത്യേക സവിശേഷതകളോ സ്വഭാവ സവിശേഷതകളോ പ്രത്യേകതകളോ അതിനൊക്കെ മുൻനിർത്തിയിട്ടായിരിക്കും നമുക്ക് ഇഷ്ടം തോന്നുക. കുറെ കാലം കഴിയുമ്പോൾ ആ സവിശേഷതകളൊക്കെ പോവും, ഇല്ലാതെ ആവാം സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കൽ തുടങ്ങിയ ഇഷ്ടം മാറില്ല. ആ സ്വഭാവ സവിശേഷതകളൊക്കെ മാറിയാലും ആ ഇഷ്ടം നിലനിൽക്കും. അതും കഴിഞ്ഞ് പിന്നെയും കുറെ കാലം കഴിയുമ്പോൾ ആ ആള് തന്നെ ഇല്ലാതെയാവും. ആ ആള് തന്നെ ഇല്ലാതെ ആയാലും ആ ഇഷ്ടം നിലനിൽക്കും. സ്നേഹം, നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാള് ഭൗതികമായി ഇല്ലാതെ ആയാലും നമുക്ക് ഇഷ്ടം നിലനിൽക്കും. അപ്പൊ അതുപോലെ ആ ഇഷ്ടം നിലനിൽക്കും. അപ്പൊ അതുപോലെ എനിക്ക് ഈ ഒരു ഫിലോസോഫൈസ് ചെയ്യുന്ന രീതിയാണ് ഈ കീർത്തിയാം ഉരുവാർന്ന് ഇങ്ങ് അനുകമ്പ നിന്നിടും എന്ന് വായിച്ചപ്പോ ഓർമ്മ വന്നതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോ ഇങ്ങനെയാണ് ഈ 5 പദ്യങ്ങളെ കൊണ്ട് വളരെ ചുരുക്കി പറയാണ്, അരുൾ, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് എന്നൊക്കെ പറഞ്ഞ് അത്ര ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് പറഞ്ഞു. പിന്നത്തെ 5 പദ്യം കൊണ്ട് ലോകത്തിൽ ജീവിച്ചിരുന്ന പല സംസ്കാരങ്ങളിലുള്ള, പല ഭാഷകളില്, പല ദേശത്ത് പ്രവർത്തിച്ചിരുന്ന അനുകമ്പയാണ്ട പലരെയും കുറിച്ച് ഞാനത് വായിക്കുന്നില്ല. പലരെയും അതില് എന്താണ്, യേശുക്രിസ്തു ഉണ്ട്, നബി ഉണ്ട്, സിദ്ധ ദാർശനികരുണ്ട്, പലരും ഉണ്ട്, സുന്ദരമൂർത്തി നായനാരുണ്ട്, പലരും ഉണ്ട്. അപ്പൊ അങ്ങനെ പലരെയും ഇവരാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിക്കുകയാണ്. അത് ഗുരു സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ, അനുകമ്പയിൽ മുഴുകിയവൻ, അല്ലെ? അങ്ങനെ പലതും പലരെയും കുറിച്ച് പറയണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അനുകമ്പ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു നിരുപാധികമാണെന്ന്. അതേപോലെ ഒരു പ്രത്യേക സംസ്കാരംന്നോ പ്രത്യേക ഭാഷന്നോ പ്രത്യേക ദേശംന്നോ ഒന്നും ഇല്ലാതെ അത്തരം ഉപാധികളെയൊക്കെ അപ്രസക്തമാക്കുന്ന ഒന്നാണ് അനുകമ്പ എന്നുള്ളതാണ് ഈ 10 പദ്യം കൊണ്ട് നാരായണ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ സാമാന്യമായി അനുകമ്പയെ ഗുരു അവതരിപ്പിക്കുന്നു. പക്ഷെ കുറച്ചും കൂടി ഇതിപ്പോ അനുകമ്പയെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് പറയാണല്ലോ, അനുകമ്പ ഇങ്ങനെയാണ്, അനുകമ്പ മറ്റു തരത്തിലാണ്, ഇന്ന ആൾക്ക് അനുകമ്പ ഉണ്ടായിരുന്നു എന്ന് വളരെ നേരിട്ട് തന്നെ പറയുന്ന ഒരു രീതി. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു അറിവ്, ആത്മോപദേശ ശതകം, മറ്റു ചില കൃതികളിലേക്കൊക്കെ കിടക്കുമ്പോൾ അവിടെ അനുകമ്പ എന്ന് വാക്കൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എങ്ങനെയാണ് അനുകമ്പ അവിടെ പ്രവർത്തിക്കുന്നത്, അനുകമ്പ എന്നുള്ള ആശയം അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ പല തരത്തിലുണ്ടാവും. അപ്പൊ ഒന്ന്, ഏതൊക്കെ തരത്തിൽ നമുക്ക് അനുകമ്പയെ ഗുരുവിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട്, വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്,
ഇൻക്ലൂസിവിറ്റി, അതായത് ഒരു അപരത്വത്തെ മറ്റൊന്നിനെ ഉൾക്കൊള്ളുന്ന ഒരു രീതി, ഉൾക്കൊള്ളലിന്റെ ഒരു തത്വശാസ്ത്രമായിട്ട് അവിടെ അനുകമ്പ വരുന്നുണ്ട്. അതുപോലെ ഒരു പങ്കിടുക, അതായത് പല പുസ്തകങ്ങളിലും നമ്മൾ കാണാം കൊടുക്കണം, ദാനത്തിന്റെ മാഹാത്മ്യം, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. എന്ത് കൊടുക്കണം അല്ലെ? വിദ്യാദാനം, ധർമ്മദാനം, ബുദ്ധ ഭിക്ഷുക്കൾക്ക് തന്നെ ധർമ്മദാനം ഉണ്ട്, വിദ്യാദാനം ഉണ്ട്, പല ദാനങ്ങളൊക്കെ ഉണ്ട്. ഗുരുവിന്റെ കൃതികളിൽ ഞാൻ വായിച്ചിട്ടൊന്നും എവിടെയും ആർക്കും ഒന്നും കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അതെന്താ ആർക്കും ഒന്നും കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല. അത് ഗുരു കൊടുക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, പങ്കിടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൊടുക്കുക എന്ന് പറഞ്ഞാല് മുകളിൽ ഇരുന്ന ഒരാള് അത് ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുകയാണല്ലോ, അങ്ങനെയല്ല. പങ്കിടുക എന്നുള്ള ആ പങ്കാളിത്തമാണ്. അത് സുഖത്തിന്റെ കാര്യത്തിലായാലും, പ്രിയത്തിന്റെ കാര്യത്തിലായാലും, അറിവിന്റെ കാര്യത്തിലായാലും, ഈ സ്പേസിന്റെ കാര്യത്തിലായാലും പങ്കിടുക, പങ്കാളിത്തം, ഒരുമിച്ച് അനുഭവിക്കുക, ഒരുമിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പങ്കിടുക, പങ്കാളിത്ത പ്രക്രിയ. പിന്നൊന്ന് കമ്പാഷൻ, ഈ അനുകമ്പ എങ്ങനെയാണ് ഒരു കർമ്മമായിട്ട് ഗുരുവിലൂടെ വരുന്നത് എന്നുള്ളതാണ്. പിന്നൊന്ന് ഒരു ശ്രദ്ധ, നേരത്തെ പറഞ്ഞു മൈൻഡ്ഫുൾനെസ്, അതും വളരെ പ്രധാനമാണ്. ഈ അനുകമ്പ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ശ്രദ്ധ, ജാഗ്രത ഒക്കെ ആവശ്യമാണ്. അപ്പോ ഓർക്കിൽ, പാർക്കിൽ എന്നൊക്കെ നമ്മള് പദ്യങ്ങളിലും സ്തോത്രങ്ങളിലൊക്കെ ഉണ്ടാവും. അത് നോക്കിയാൽ അങ്ങനെയായിരിക്കും, അത് നോക്കണമല്ലോ, നോക്കിയാലല്ലേ അങ്ങനെ മനസ്സിലാവുള്ളൂ. അത് പാർക്കിൽ അതാണ്, അത് നോക്കിൽ, അത് ഓർക്കിൽ എന്നൊക്കെ ഗുരുവിന്റെ കൃതികളിലൊക്കെ ഇങ്ങനെ വരിക. അപ്പൊ നോക്കുക, അല്ലെങ്കിൽ ഓർമ്മിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവിടെ ആ ഒരു ശ്രദ്ധ ആവശ്യമാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ രീതിയിലാണ് മറ്റ് ചില വളരെ കുറച്ച് പാഠഭാഗങ്ങളിൽ നിന്ന്, ഗ്രന്ഥഭാഗങ്ങളിൽ നിന്നും ഒക്കെ ഞാൻ അനുകമ്പ വ്യക്തമായ രീതിയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആ ഒരു ഉൾക്കൊള്ളല്, ഇൻക്ലൂസിവിറ്റി എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഉൾക്കൊള്ളൽ. അത് ഞാൻ അറിവ് എന്നുള്ള ഒരു കൃതി, അറിവ് എന്നുള്ള കൃതിയൊക്കെ വായിച്ചർത്ഥം പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അതിനൊന്നും മെനക്കെടുന്നില്ല. അറിവ് എന്നുള്ള കൃതിയില് 11ാമത്തെ പദ്യം, 15 പദ്യമാണ്, അതിൽ 11ാമത്തെ പദ്യം. സാധാരണ ഈ അറിവിനെ കുറിച്ചൊക്കെയുള്ള വ്യവഹാരങ്ങളില് ഇന്ത്യൻ വേദാന്തത്തിലും പല ദർശനങ്ങളിലും അറിവ് എന്നുള്ള മാത്രല്ല, അത് സുഖത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായാലും, പ്രിയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായാലും, ജ്ഞാനത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായാലും ഒക്കെ ചില സംവർഗങ്ങൾ കൊണ്ടുവരും. ഞാൻ, നീ, മറ്റൊരാൾ, അവർ എന്നൊക്കെയുള്ള സംവർഗങ്ങൾ അല്ലെ. തത്വമസി, നീ പറയുന്നു, അഹം ബ്രഹ്മ അസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു അല്ലെ. അപ്പൊ അവിടെ ഞാൻ എന്നും നീ എന്നും അയമാത്മാ, ഈ മറ്റൊരാൾ എന്നുള്ള, അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അതിനെയും ഈ അറിവിനെ കുറിച്ചുള്ള വ്യവഹാരങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അത് ഉപനിഷത്തുകളിലും ഒക്കെ തുടങ്ങി അതിന്റെ ഒരു ബലത്തിൽ ശങ്കരാചാര്യരും ഒക്കെ വേദാന്തത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് അറിവാണ്, പ്രജ്ഞാനമാണ്. അപ്പോൾ ഞാൻ അതാണ്, അപ്പൊ നീയും അതാണ്, മറ്റൊരാളും അതാണ്. അങ്ങനെ ആ പരമമായ അറിവിലൂടെ നമ്മൾ എല്ലാവരും ഐക്യപ്പെടുന്നു എന്നുള്ള ഒരു രീതിശാസ്ത്രമാണ്. അപ്പൊ ഈ ഒരു രീതിശാസ്ത്രത്തിനെ ഇപ്പൊ നമുക്ക് സുഖം അല്ലെ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറയുമ്പോൾ അവിടെ സുഖത്തിനെ വിവരിക്കുമ്പോഴും ഞാനും വന്നു, അപരനും വന്നു, മറ്റൊരാളും വന്നു. അതുപോലെ പ്രിയത്തിന്റെ കാര്യത്തിലും ഒക്കെ അങ്ങനെ വരും. ഇവിടെ അറിവ് എന്നുള്ള, അപ്പൊ മറ്റ് വേദാന്ത പുസ്തകങ്ങളിലെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ, നീ, മറ്റൊരാൾ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറിവ് എന്നുള്ള കൃതിയില് നാരായണ ഗുരു കൊണ്ടുവരുന്ന ഒരു വ്യത്യാസം ആയിട്ട് എനിക്ക് തോന്നിയത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ
അതായത് അതാണ് 11ാമത്തെ പദ്യം. അറിവിൻ അറിവായി നിന്ന് ഏത് അറിയിക്കുന്ന ഇങ്ങ് നാം അതായിടും എന്ന് പറയുന്നുണ്ട്. അറിവിന്റെ അറിവ് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, പല അറിവുകളുണ്ട്. പല ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് പല അറിവുകൾ കിട്ടും. പക്ഷെ പല ഇന്ദ്രിയങ്ങളെ കൊണ്ട് കിട്ടുന്ന പല അറിവുകളെ ഒരാളാണല്ലോ അറിയുന്നത്, ജ്ഞാതാവ്. അപ്പൊ ഒരു ഏകോപിപ്പിക്കാൻ ഒരു ഘടകം വേണമല്ലോ. അല്ലെങ്കിൽ ഒരു അറിവ് കൊണ്ട് നമ്മൾ പല അറിവുകളെ നമുക്ക് കിട്ടുമ്പോൾ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ അതിനെ പാകപ്പെടുത്തി സംസ്കരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രയോഗിക്കാനും പുതിയ അറിവാക്കി മാറ്റാനും ഒക്കെ അറിവിന്റെ അറിവ് വേണം. അടിസ്ഥാനപരമായ മറ്റൊരു അറിവ് വേണം. അതാണ് അറിവിന്റെ അറിവ് എന്ന് പറയുന്നത്. അപ്പൊ ആ അറിവിന്റെ അറിവ് എന്താണ്? അപ്പൊ അറിവെന്നത് നീ എന്ന് പറയും. തത്വമസി എന്ന് പറയുന്നത് പോലെ അറിവെന്നത് നീ എന്ന് പറയും. അപ്പൊ പിന്നെ അറിവിന്റെ അറിവ് ആരാണ് എന്ന് ചോദിക്കുക. അതിനൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അറിവിന്റെ അറിവായിട്ട് ഏതാണ് നമ്മെ അറിയിക്കുന്നത്? അറിവ് അവിടെ ഉണ്ട്, പക്ഷെ അതിനെ വേറൊരു അറിവാണ് നമ്മളെ ആ അറിവിനെ അറിയപ്പെട്ടതാക്കുന്നത് വേറൊരു അറിവാണ്. അപ്പൊ ആ അറിവ് എന്താണ്? അപ്പൊ അറിവ് നീയാണെങ്കിൽ അറിവിന്റെ അറിവിനെ നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളതിന്റെ ഉത്തരായിട്ട് നാം അതായിടും. അവിടെ നാം എന്ന് പറയുന്നുണ്ട്. നാം, നമ്മൾ എന്നാണല്ലോ. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ഏകവചനാണ്. അതിന്റെ രണ്ട് ബഹുവചനം ഉണ്ട്. ഞങ്ങൾ എന്നും പറയാം, നമ്മൾ എന്നും പറയാം. രണ്ട് ബഹുവചനം ഉണ്ട്. ഇൻക്ലൂസീവ് ആയിട്ടുള്ള ബഹുവചനവും ഉണ്ട്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബഹുവചനം ഉണ്ട്. ഈ നമ്മൾ എന്നും ഞങ്ങൾ എന്നും ഉള്ളത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂരലാണ്. രണ്ടും ഫസ്റ്റ് പേഴ്സൺ പ്ലൂരലാണ്. പക്ഷെ ഞങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്ലൂസീവ് ആണ്. ഞങ്ങള് ഇപ്പൊ ഇംഗ്ലീഷിൽ, ഇപ്പൊ മലയാളത്തിൽ രണ്ട് വേറെ വേറെ വാക്കുണ്ട്. ഇൻക്ലൂസീവ് ഫസ്റ്റ് പേഴ്സൺ പ്ലൂരലിനെയും എക്സ്ക്ലൂസീവ് ഫസ്റ്റ് പേഴ്സൺ പ്ലൂരലിനെയും സൂചിപ്പിക്കാൻ വ്യത്യസ്ത വാക്കുകൾ മലയാളത്തിലുണ്ട്. പല സൗത്ത് ഇന്ത്യൻ, പല ദ്രാവിഡ ഭാഷകളിലും ഉണ്ട്. ഞങ്ങൾ എന്നും നമ്മൾ എന്നും. ഞങ്ങൾ എന്നുള്ളത് എക്സ്ക്ലൂസീവും നമ്മൾ എന്നുള്ളത് ഇൻക്ലൂസീവും. അതായത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളെ, ശ്രോതാവിനെ ഉൾപ്പെടുത്തുന്നില്ല. ഞങ്ങൾ വേറെയാണ്, നീ വേറെയാണ് എന്ന് പറയും. പക്ഷെ നമ്മൾ എന്ന് പറയുമ്പോൾ അത് ശ്രോതാവിനെ കൂടി ഉൾപ്പെടുത്തുന്ന, ഇൻക്ലൂസീവ് ആയിരിക്കുന്ന ഒരു ബഹുവചനമാണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ ആണ്. പക്ഷെ ഇംഗ്ലീഷിലായാലും സംസ്കൃതത്തിലായാലും ഇങ്ങനെ വ്യത്യസ്ത വാക്കുകൾ ഇല്ല. ഇപ്പൊ ഇംഗ്ലീഷിലായാലും WEV അല്ലെ? വി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളും ആവാം, നമ്മളും ആവാം. വി ആർ ഫ്രം കാലടി, വി ആർ ഫ്രം സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പറയാന്ന് വിചാരിച്ചുള്ളൂ. അത് എക്സ്ക്ലൂസീവ് ആണ്. വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, വി ആർ ഓൾ ബീയിങ്സ് ലിവിങ് ഇൻ ദിസ് എർത്ത് എന്ന് പറയുമ്പോൾ അത് ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ നമ്മൾ സന്ദർഭം അനുസരിച്ച് വേണം അത് എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ എന്ന് തീരുമാനിക്കാൻ. അത് സംസ്കൃതത്തിലും അങ്ങനെ തന്നെയാണ്, ഒരു വാക്കേ ഉള്ളൂ. പക്ഷെ മലയാളത്തിലും മറ്റു ചില ദ്രാവിഡ ഭാഷകളിലും ഞാൻ അങ്ങനെ ആ ഭാഷാശാസ്ത്രപരമായി ഒരുപാട് നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ നോക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് പ്രത്യേക വാക്കുകളുണ്ട്. മലയാളത്തിലെ കാര്യം നമുക്ക് സംശയമൊന്നുമില്ല. അപ്പൊ ഞങ്ങളെന്നും നമ്മളെന്നും ഉണ്ട്. അത് പ്രത്യേകമായിട്ട് സവിശേഷമായ അർത്ഥം കിട്ടാൻ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ അറിവിന്റെ അറിവ് എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഈ അറിവിനെ എന്താണ് പറയാ, തിയറൈസ് ചെയ്തുകൊണ്ട്, അതിനെ തിയറൈസ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഞാനെന്നും നീയെന്നും ഒക്കെയുള്ള സമ്മർദ്ദങ്ങള്, കാറ്റഗറികള് അതിലേക്ക് യോജിപ്പിച്ചിട്ട് അങ്ങനെയാണ് ഒരു എത്തിക്കലായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കുക ദർശനങ്ങളില്. പക്ഷെ ഒരു ഫസ്റ്റ് പേഴ്സൺ പ്ലൂരലിനെ കൊണ്ടുവരുന്നത് ഞാൻ ഗുരുവിലെ കണ്ടിട്ടുള്ളൂ. നാം, നമ്മൾ എന്നുള്ള. അപ്പൊ അറിവിന്റെ അറിവ് നമ്മളാണ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻക്ലൂസീവ്, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അപരത്വത്തെ ഉൾക്കൊള്ളുന്ന, ശ്രോതാക്കളെ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് നാം അതായിടും, നമ്മൾ എന്നുള്ള ഒരു വാക്ക്. അപ്പൊ അവിടെ വാസ്തവത്തിൽ അങ്ങനെ ഒരു ഉൾക്കൊള്ളലിന്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത്
അനുകമ്പയിലാണ് പ്രവർത്തിക്കുക. മറ്റൊരാളിലേക്ക് പോകുന്ന മനസ്സ്, മറ്റൊരാളുടെ അവസ്ഥ കൊണ്ട് ചലിക്കുന്ന, അല്ലെ, വിറകൊള്ളുന്ന ഒരു 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 ഉള്ള് ഉണ്ടാവുമ്പോഴാണല്ലോ അനുകമ്പ ഉണ്ടാവണേ. അപ്പൊ അതുകൊണ്ട് ഈ ഈ ഈ ഒരു പ്രയോഗത്തില് അറിവ് എന്നുള്ളതിന് 15 പദ്യത്തിനെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വാക്ക് തന്നെ പല അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചോ ഇല്ലയോ എന്നൊക്കെ സംശയം തോന്നും. അതുപോലെ വ്യാഖ്യാനം എഴുതിയവരൊക്കെ പലതരത്തിലും ഒക്കെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം നാം അതായിടും എന്നുള്ളതിന് ഈ രീതിയിൽ എല്ലാവരും ഒന്നും അർത്ഥം പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ നാം എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ അത് അവിടെ പ്രയോഗിച്ചത് വളരെ പ്രധാനപ്പെട്ട, ഒരു ഗുരുവിന്റെ അനുകമ്പയുടെ ഒരു ഇൻക്ലൂസീവ് ആയിരിക്കുന്ന, എല്ലാവരെയും അപരത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു 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 സമീപനത്തിനെയാണ് അത് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് ഒരു കാര്യം, ഇൻക്ലൂസിവിറ്റിയുടെ ഒരു കാര്യം. പിന്നെ ഞാൻ ഒരു പങ്കാളിത്തത്തിനെ കുറിച്ച് പറഞ്ഞു. പങ്കിടുക എന്നുള്ള ഒരു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രശസ്തമായ ശ്ലോകം, എല്ലാവരും ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് അതാണ് ആദ്യമായിട്ട് നാരായണ ഗുരുവിന്റെ ആയിട്ട് ഞാൻ കേട്ടിരിക്കുന്നത്. എന്ത്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അപ്പൊ അവിടെ ആത്മസുഖം അപരസുഖമായി മാറണം. ആത്മസുഖത്തിന് വേണ്ടി ആചരിക്കുന്ന കാര്യങ്ങൾ അപരസുഖം ഉണ്ടാക്കുന്നതാവണം എന്ന് പറയുമ്പോ അത് വളരെ കൃത്രിമമായ രീതിയിൽ ഇനി നമുക്കിതാണ് സുഖം, പക്ഷെ ഇനി മറ്റൊരാൾക്ക് സുഖമാവണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. അവരവരുടെ സുഖത്തിനെ കുറിച്ചുള്ള സങ്കല്പം മറ്റുള്ളവരുടെ സുഖത്തിനെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കണം എന്നുള്ള അർത്ഥമാണ് അവിടെ വരിക. അപ്പൊ അതുകൊണ്ട് ആത്മസുഖം, അപ്പൊ നേരത്തെ നമ്മൾ അറിവിനെ വെച്ചിട്ട് പല ഞാൻ, നീ, നമ്മൾ മുതലായ ചില സമ്പർക്കങ്ങൾ അതിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് പറഞ്ഞു. അതുപോലെ ഇവിടെ സുഖം, ആത്മസുഖം, അപരസുഖം എന്നുള്ള അവിടെയും ആത്മം, അപരൻ എന്നുള്ള ചില സമ്പർക്കങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെ സുഖത്തിനെ കുറിച്ച് അത് എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക? അപ്പൊ അവിടെ സുഖം എന്ന് പറയുന്നത് ഒരു പങ്കിടുന്ന ഒരു സ്പേസ് പോലെയാണ്. നമ്മളെല്ലാവരും, ഞാനും മറ്റൊരാളും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്പേസാണ് സുഖം എന്ന് പറയുന്നത്. ഒരു ഇടമാണ് സുഖം എന്ന് പറയുന്നത്. പങ്കിടുന്ന ഒരു ഇടമാണ് സുഖം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് തോന്നും. അതുപോലെ അവിടെ തന്നെ ആത്മോപദേശ ശതകത്തിൽ തന്നെ പ്രിയം, ഇവിടെ സുഖം വെച്ച് വരുന്ന ഒരു പ്രിയദർശനം എന്നൊക്കെ പറയുന്നത് പോലെ അത് ഇതിലും വരുന്നുണ്ട് കേട്ടോ. ഈ അനുകമ്പ സുത്തത്തിന്റെ ഭാഗമായിട്ടൊക്കെ പ്രിയം എന്നുള്ള ഒരു കാറ്റഗറി വെച്ചിട്ടും അവിടെ പാലിയിലും അംഗുത്തര നികായത്തിലും ചില സുത്തങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പ്രിയത്തിനെ പറയുമ്പോഴും പ്രിയം എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. പ്രിയം ഒരു ജാതി. ഇത് എൻ പ്രിയം, ത്വദീയ പ്രിയം, അപരപ്രിയം, അങ്ങനെ പലതരം പ്രിയുണ്ട്. പക്ഷെ ഈ പ്രിയത്തിനെ പലതരത്തിൽ തോന്നുന്നതൊക്കെ ഭ്രമമാണ്. തൻ പ്രിയം അപരപ്രിയം എന്ന് അറിഞ്ഞിടണം. നേരത്തെ എന്റെ സുഖം മറ്റൊരാളുടെ സുഖമാണെന്ന് പറഞ്ഞതുപോലെ അപ്പൊ എന്താണ് ഈ പ്രിയവും സുഖവും തമ്മിലുള്ള ഒരു സൂക്ഷ്മമായിരിക്കുന്ന എന്ത് വ്യത്യാസമാണ് സങ്കല്പിച്ചിരിക്കുന്നത്, അല്ലെ? പ്രിയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നേരിട്ട് തന്നെ നമ്മുടെ ഒരു പ്രവൃത്തിയുമായിട്ട് അനുഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? സുഖം ഒരു സാമാന്യമായി പറയുന്നതാണോ? അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാമെന്ന് തോന്നുന്നു. അതുപോലെ വീണ്ടും പ്രിയം അപരന്റെ, അതെൻ പ്രിയം, സ്വകീയ പ്രിയം, അപരപ്രിയം ഇപ്രകാരമാകും നയം. അതിനാൽ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം എന്ന് പറയുമ്പോഴും ഇതുപോലെ പ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ പങ്കിടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു ഇടമായിട്ട് നമുക്ക് പ്രിയത്തെ, നമ്മളെല്ലാവരും പ്രിയം എന്നുള്ള ഇടത്തിൽ ആവസിക്കുകയാണ് എന്ന് പറയാം, അല്ലെ? ആ ഒരു ഇടം പങ്കിട്ടുകൊണ്ട് ആവസിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു
പങ്കിടുക എന്നുള്ള ഒരു കാര്യമാണ്, അല്ലാണ്ട് കൊടുക്കണം എന്നുള്ളതല്ല, പങ്കിടുക എന്നുള്ള. അപ്പൊ അതും അവിടെയും ഈ ഒരു അപരത്വത്തിനോടുള്ള ഇങ്ങനെ ഒരു കൺസേൺ, അല്ലെ, ഇങ്ങനെ ഒരു ആകാംക്ഷ, ഇങ്ങനെ ഒരു ഉത്കണ്ഠ, അത് വരുന്നത് ഈ ഒരു അനുകമ്പയിൽ നിന്നാണ്. അനുകമ്പയാണ് അതിന്റെ അടിസ്ഥാനം. വീണ്ടും പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരാൾക്ക് നന്മ ഉണ്ടാക്കാത്തത് ആത്മവിരോധിയാണ്, അറിഞ്ഞിടേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഓർമ്മിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താലാണ്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ, അല്ലെ, ഈ ഓർത്താൽ എന്നുള്ള വാക്ക് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിട്ടുകളയും. ഓർത്താലാണ് എന്തുണ്ടാവുള്ളൂ? അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ അവനിൽ ആദിമമായൊരു ആത്മരൂപമാകുന്നത് എപ്പോഴേ സംഭവിക്കുള്ളൂ? ഓർത്താലേ സംഭവിക്കുള്ളൂ. അവിടെ ഓർമ്മ, വിപස්සന എന്നൊക്കെ പറയുന്ന ഒരു ഓർമ്മ വളരെ പ്രധാനമാണ്. അപ്പൊ ഒക്കെ ഓർത്താൽ, പാർത്താൽ, പാർക്കിൽ, നോക്കിൽ, അങ്ങനെ കുറേ വാക്കുകൾ ഗുരുവിന്റെ കവിതകളിലൊക്കെ വരുന്നത് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ശ്രദ്ധ എപ്പോഴും പുലർത്തുമ്പോഴാണ് ഈ അനുകമ്പ എന്നുള്ളത് ഫലപ്രദമായിട്ട് തെളിഞ്ഞു വരുള്ളൂ എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാവും. ഞാൻ സുഖം പറഞ്ഞു, പ്രിയം പറഞ്ഞു. ഞാൻ ഇനി ചില പ്രതിഷ്ഠകളെ കുറിച്ച് പറയാം. നാരായണ ഗുരു പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ധാരാളം പ്രതിഷ്ഠകള്, 32 പ്രതിഷ്ഠകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 32 പ്രതിഷ്ഠകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഓരോ പ്രതിഷ്ഠയോടനുബന്ധിച്ചും അദ്ദേഹം മിക്കവാറും ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഒരു ലിറ്റററി ടെക്സ്റ്റ് ഉണ്ട്. അതിന്റെ പിന്നിൽ ഒരു സങ്കല്പം ഉണ്ട്, അതിനൊരു മൂർത്തമായ രൂപമുണ്ട്. ഇപ്പോ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ആണെങ്കിലും ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്, ശാരദാ ദേവിയുടെ രൂപം, ഡിസൈൻ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ഒരു ശില്പിയെ കൊണ്ട് ഗുരുവിന് കൃത്യമായ സങ്കല്പം ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ പുസ്തകം വേണം, ഒരു കയ്യിൽ തത്ത വേണം. അങ്ങനെ ശില്പിയെ എങ്ങനെ മാറ്റി കൊണ്ടുവരുന്ന രൂപമൊക്കെ മാറ്റിച്ചു എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. എന്നിട്ട് അതിന് ഒരു തത്വമുണ്ട്. ആ തത്വത്തിനെ വെളിവാക്കുന്ന കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി എന്ന് പറയുന്ന 9 പദ്യങ്ങൾ. അതുപോലെ മിക്കവാറും എല്ലാം, ഇപ്പൊ നയിനാർ, തിരുവനന്തപുരത്ത് അരുമാനൂരുള്ള നയിനാർ, അത് ഒരു അമ്പലം പുതുക്കി നവീകരിച്ച് ചെയ്തതാണ് നയിനാർ ക്ഷേത്രം. അപ്പൊ നയിനാർ പതികം, തമിഴിലെ ശൈവരായിരിക്കുന്ന നയിനാർമാർ എഴുതുന്ന അതേ മാതൃകയിൽ നയിനാർ പതികം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൺസെപ്റ്റും ഉണ്ട്, ഒരു സാഹിത്യ രൂപവും ഉണ്ട്, ഒരു രൂപവും ഉണ്ട്. അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇത്തരം 32ഓളം പ്രതിഷ്ഠകളില് 3 പ്രതിഷ്ഠകള് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 1921 മുരുക്കുംപുഴയിലാണ് എന്താണ് സത്യം, ധർമ്മം, ദയാശാന്തി എന്ന് എഴുതിയ ഒരു ലോഹ തകിട് സ്ഥാപിച്ചു. അതിനുശേഷം 1927 കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ. അതിൽ ഓം എന്നുള്ളത് ആ മെർക്കുറി ചുരണ്ടിയിട്ട് ഓം എന്ന് എഴുതി വെച്ചു. പിന്നെ 1888 ഈ അരുവിപ്പുറം പ്രതിഷ്ഠ ഉള്ളത്. നമുക്കറിയാം ആ 4 വരി പദ്യം, അല്ലെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അങ്ങനെ ആ ഒരു ക്രിയയും ആ പ്രതിഷ്ഠിച്ച ക്രിയയും ഈ 4 വരി പദ്യവും ഒക്കെ ഒരുമിച്ച് ചെയ്തൊരു കാര്യം എന്തായിരുന്നു പറഞ്ഞാൽ, അവിടെ ഒരു അസർഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, ഒരു അസർഷൻ ഉണ്ട്, ഒരു സ്വത്വത്തിന്റെ സ്ഥാപനവും ഉണ്ട്. അതേപോലെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഒരു ഇടത്തിനെ, ഒരു പാറപ്പുറത്തിനെ ഇങ്ങനെ വിഭാവനം ചെയ്യുകയാണ്. ഈ സ്ഥലം ഇന്നതാണ് എന്ന് ഒരു 4 വരി പദ്യത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ വിഭാവനം ചെയ്യുന്ന ഒരു മാജിക് നമുക്ക് അവിടെ കാണാം. ഒരു സ്ഥലം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സ്ഥലം എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ ആ സ്ഥലം അങ്ങനെ ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് സോദരത്വേന വാഴുന്ന എന്നുണ്ടല്ലോ,
നമുക്കറിയാം സഹോദര്യം, അതിന്റെ എന്താണ് സോദരത്വം, സാഹോദര്യം, പലതരത്തിലൊക്കെ പറയാം. ശരിക്കും സോദരത്വം എന്ന് പറയുമ്പോൾ, സഹോദര്യം എന്നൊക്കെ പറയുമ്പോൾ വാക്കിന്റെ അർത്ഥം സമാനമായ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നവരാണ് സോദര, അവർക്കാണ് സോദരത്വം ഉണ്ടാവുക. ഒരേ ഉദരത്തിൽ നിന്ന്, ഒരേ സോഴ്സിൽ നിന്ന്, ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നവർക്കാണ്, അങ്ങനെയാണ് ഏറ്റവും പ്രാഥമികമായിട്ട് അവരെയാണ് സോദരത്വം ഉള്ളവരെന്ന് നമ്മൾ പറയാം. പക്ഷേ അവരിൽ ചില തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിലോ ഒക്കെയുള്ള സ്നേഹം മുതലായ കാര്യങ്ങളിലും പരസ്പര ഭാവന മുതലായ കാര്യങ്ങളിലൊക്കെ, അപ്പൊ അതിനെ വലുതാക്കിയിട്ടാണ് നമ്മളൊരു സാഹോദര്യം എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ കുറച്ചും കൂടിയും ഈ സോദരത്വേന വാഴുന്ന എന്നുള്ളതിന് വേറെ ഒരു അർത്ഥം കൂടി എടുത്തൂടെ എന്ന് ഇങ്ങനെ തോന്നി. അതായത് സമാനമായ ഉറവിടം ആണല്ലോ, സമാനമായ ഉദരം, ഒരേ ഗർഭപാത്രം, അതിൽ നിന്ന് പുറത്തു വരുന്നു, ഒരേ സ്രോതസ്സിൽ നിന്ന് പുറത്തു വരിക അല്ലെ. എല്ലാ ജീവജാലങ്ങൾക്കും സ്രോതസ് ഒരേ ഒരു ചൈതന്യമാണ്, ഒരേ ഒരു സോഴ്സാണ്. ആ ഒരേ സോഴ്സിൽ നിന്ന്, ഒരേ ഒരു ആദിമ ചൈതന്യത്തിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും, ചേതനായാലും അചേതനായാലും എല്ലാ വസ്തുക്കളും രൂപപ്പെടുന്നത്, ഉണ്ടാകുന്നത്, അവയ്ക്ക് അസ്തിത്വം ഉണ്ടാകുന്നത്. അങ്ങനെ ഉദരം എന്നുള്ളതിന് ആ ഒരു സോഴ്സ് എന്നുള്ള അർത്ഥം, സോഴ്സ് ആണല്ലോ, ആ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ദാർശനികമായിട്ടുള്ള ഒരു അർത്ഥം കൂടി നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പലതരത്തിൽ നമുക്ക് ഗുരു എഴുതിയതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സോദരത്വത്തിന് നമുക്ക് ആ വളരെ ദാർശനികമായൊരു അർത്ഥവും കൂടി നമുക്ക് അവിടെ കിട്ടും. വളരെ നമുക്ക് പെരുമാറ്റത്തിൽ മാത്രം പ്രകടമാവേണ്ട ചില കാര്യങ്ങളല്ലോ സോദരത്വം എന്ന് പറയുന്നത്. പെരുമാറ്റത്തിൽ പ്രകടമാവണം, നമ്മുടെ ഭാവത്തിൽ പ്രകടമാവണം. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളെ നയിക്കുന്ന ദർശനമുണ്ട്. ആ ദർശനത്തിനും കൂടെ ഈ സോദരത്വം എന്നുള്ള ഒരു സങ്കല്പനം ബാധകമാവണം. അപ്പൊ അതാണ് ആ ഒരു സോദരത്വം എന്നുള്ള വാക്കിൽ കൂടെ നമുക്ക് അങ്ങനെ ഒരു ആശയം കൂടി നമുക്ക് കൊണ്ടുവരാം എന്ന് എനിക്ക് തോന്നി. ഈ സോദരത്വം എന്നുള്ളതിനെ, ഉദരം എന്നുള്ള വാക്കിനെ വേറൊരു സ്ഥലത്ത്, അതായത് അനുകമ്പ ദശകത്തില് പല സിദ്ധന്മാരെ പറയുന്ന കൂട്ടത്തില് പറയും, എന്താണ്, ഒരു മിനിറ്റ്, ഔദരമാം നോവു കെടുത്ത സിദ്ധനോ എന്ന് ചോദിക്കും. വയറുവേദന മാറ്റി പാടിയിട്ട് വയറുവേദന മാറ്റിയ സിദ്ധൻ ആണോ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിക്കും. ഒരു മിനിറ്റ്, ഞാൻ ആ പദ്യം എടുക്കാം. എട്ടാമത്തെ പദ്യാണ്. ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടി ഔദരമാം നോവ് കെടുത്ത സിദ്ധനോ. അപ്പൊ അതിന്റെ ഒരു ചില കഥകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. വയറുവേദന ഉണ്ടായി, പലതരത്തില് മാറിയില്ല. അപ്പൊ പ്രാർത്ഥിച്ചു. ആ ഒരു ഭക്തിയുടെയും ആ ഒരു മാനസികമായ ഒരു ഭാവത്തിന്റെയും ഒക്കെ പ്രത്യേകത കൊണ്ട് ആ അസുഖം മാറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഔദരമാം നോവ് എന്ന് പറഞ്ഞാല് അസുഖ വേദന അല്ലെങ്കിൽ അസുഖം ആണല്ലോ. അറിവില്ലായ്മയും ഒരു അസുഖമാണ്. അപ്പോ അതിനും ചില ചികിത്സകൾ ഒക്കെ ചെയ്യണം. അപ്പൊ ഔദരമാം നോവ്, വയറുവേദന, ഉദരവുമായി ബന്ധപ്പെട്ടത്, ഉദരവുമായി ബന്ധപ്പെട്ട നോവ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദരം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സോഴ്സാണ് അല്ലെ, നമ്മളൊക്കെ ഉണ്ടായ സോഴ്സാണ് ഉദരം. നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ സ്രോതസ് ആയിരിക്കുന്ന, ഉറവിടമായിരിക്കുന്ന ആ ഉറവിടത്തിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാണ്ടിരിക്കുക, അതായിരിക്കില്ലേ ഔദരമാം നോവ്. അപ്പോ ഇത് ഇദ്ദേഹം പാടി ഭക്തിയിലൂടെയും
പാടുകയാണ് ചെയ്തേ. കലയിലൂടെയും ഭാഷയിലൂടെയും ചിന്തയിലൂടെയും ദർശനത്തിലൂടെയും ഒക്കെ ആ കൺഫ്യൂഷൻ മാറി. നമ്മളെല്ലാവരും ഏത് സ്രോതസ്സിൽ നിന്ന് വന്നോ ആ സ്രോതസ്സിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം ഈ ഈ വയറുവേദന ഉണ്ടായ ആൾക്ക് മാറി. അതല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഔദരമാം നോവ് എന്ന് പറയുന്നത് വയറുവേദന എന്ന് മാത്രം അങ്ങനെ അർത്ഥം എടുക്കാം. പക്ഷേ ഒരു ദാർശനികമായ ഒരു തിരിച്ചറിവില്ലായ്മ. അപ്പൊ ഔദരമാം നോവ് എന്ന അസുഖത്തിനുള്ള ചികിത്സയാണ് എന്ത്? സാഹോദര്യം അല്ലെങ്കിൽ സോദരത്വം. സോദരത്വത്തിനെയും ഔദരമാം നോവിനെയും നമുക്ക് ബന്ധപ്പെടുത്തി അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ഉദരം എന്നുള്ള വാക്കിന്റെ ഒരു പ്രാധാന്യം ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഔദരമാം നോവ്. അപ്പൊ ഈ ഔദരമാം നോവ് എന്ന് പറയുമ്പോ തന്നെ ഉറവിടത്തിനെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയില്ലായ്മ, അതാണോ ഔദരമാം നോവ് എന്ന് നമുക്ക് തോന്നാം. സോദരത്വമാണോ മരുന്ന് എന്നും നമുക്ക് തോന്നും. അപ്പൊ ഇത് ഞാൻ ഇപ്പോ അനുകമ്പയെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നത് ഒരു ഇൻക്ലൂസിവിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഉൾക്കൊള്ളലിന്റെ ഒരു സമീപനത്തിനെ കുറിച്ച് പറഞ്ഞു, പങ്കിടലിന്റെ ഒരു സമീപനത്തിനെ കുറിച്ചും പറഞ്ഞു, ശ്രദ്ധ എന്നുള്ള ഒരു ഘടകത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചും പറഞ്ഞു. ഇനി എങ്ങനെയാണ് അനുകമ്പ ഒരു കർമ്മമായിട്ട് പുറത്തേക്ക്, ഒരു ആക്ഷനായിട്ട് പുറത്തേക്ക് വരുന്നത്? അനുകമ്പ പ്രകടിപ്പിക്കണ്ടേ? അനുകമ്പ ഉള്ളിലുണ്ടായിരുന്നിട്ട് കാര്യമില്ല. അനുകമ്പ ഒരു പക്ഷേ ഭാഷയായിട്ട് വന്നിട്ടും ഒന്നും ഒരു കാര്യമില്ല. അനുകമ്പ എങ്ങനെയാണ് ഏറ്റവും മൂർത്തമായിട്ട് ഏറ്റവും പ്രകടമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളായിട്ടാണ് ഞാൻ ചില പ്രതിഷ്ഠകളെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോ ഈ പ്രതിഷ്ഠകൾക്ക് പറഞ്ഞ പോലെ ഏറ്റവും മൂർത്തമായിരിക്കുന്ന ഒരു തലമുണ്ട്. അതിനെ ഭാഷയിൽ അതിന്റെ പിന്നിൽ ഒരു സങ്കല്പമുണ്ട്, ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിനെ ഇദ്ദേഹം ഭാഷയിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഈ 3 തലത്തിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഒരു 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 വിഷ്വൽ അല്ലെ, മൂർത്തമായിരിക്കുന്ന ഒരു രൂപം അവിടെ ഉണ്ട്. അതുപോലെ വളരെ സർഗാത്മകമായിരിക്കുന്ന ഭാഷാപരമായിരിക്കുന്ന മനുഷ്യരുടെ തലത്തിനെ തന്നെ നേരിട്ട് സ്പർശിക്കുന്ന ഒരു 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 ആശയം അവിടെ കൃതിയായിട്ട് വരുന്നുണ്ട്. അതിന്റെ പിന്നിലെ സങ്കല്പം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ തലങ്ങളിലും ഉള്ളവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, അല്ലെ, നമുക്ക് ഒരു ഇമോഷണലായ ഭാവപരമായിരിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്, ദാർശനികമായിരിക്കുന്ന ആവശ്യങ്ങളുണ്ട്. ചിലർക്കാണെങ്കിൽ നേരിട്ട് തന്നെ ആ രൂപം കാണണം, നേരിട്ട് തന്നെ കണ്ടാലായിരിക്കും ആ ഒരു സമാധാനം ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പല അതാണ് ബഹുതല സ്പർശി എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പല തലങ്ങളിലുള്ള സമൂഹത്തിനെ, ജനതയെ, അല്ലെങ്കിൽ അങ്ങനെ പല തലങ്ങളിലുള്ള ജനത എന്ന് നമ്മൾ വിഭജിക്കേണ്ട, ഒരാളിൽ തന്നെ ഈ 3 തലങ്ങളും ഉണ്ടാവും, അല്ലെ? ഒരാളിൽ തന്നെ ഈ 3 ആവശ്യങ്ങളും ഉണ്ടാവും, ഏറിയും കുറഞ്ഞ ഒരെന്നെ പല സന്ദർഭത്തിലും പല പ്രായത്തിലും പല സാഹചര്യത്തിലും ഒക്കെ പല കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം അതാത് വ്യക്തി കൊടുക്കുന്നുണ്ടാവുക, പല ആവശ്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്രിയയിലൂടെ, പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു ക്രിയയിലൂടെ സമൂഹത്തിന്റെ, വ്യക്തിയുടെ പല തലങ്ങളിലെ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുകയും അതിനുള്ള ഒരു മരുന്നായിട്ട്, അല്ലെ, നോവിനുള്ള ഒരു മരുന്നായിട്ട് പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായി പ്രവർത്തിച്ചത് അനുകമ്പ എന്നുള്ള ഒരു ത്രെഡ്, അനുകമ്പ എന്നുള്ള ഒരു ആശയത്തിലാണ് ഗുരു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയാം. പിന്നെ ഗുരു പ്രകടമായിട്ട് തന്നെ ഇപ്പൊ ആത്മോപദേശ ശതകത്തിൽ പറയും, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, അല്ലെ? അത് ആരാണ് ഒരു കൃപാലു? ആരാണ് അനുകമ്പയുള്ള ആള്? അപരനു വേണ്ടി രാവും പകലും എന്റേന്നുള്ള ബോധമില്ലാതെ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ചില കാര്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് തന്നെ പറയും, ചില കാര്യങ്ങൾ സൂചിപ്പിക്കും, ചില കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കിച്ചു കൊടുക്കും.
പിന്നെ അനുകമ്പാദശകത്തിലെ അവസാനത്തെ ആ 5 പദ്യങ്ങളിലും പലരെയും അവരവര് ചെയ്ത പ്രവൃത്തികൾ എന്തായിരുന്നു എന്നും കൂടി പരമാർത്ഥം ഉരച്ചു തേർവിടും, അല്ലെ തേര് വിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ചിലര് ഭാഷ്യം എഴുതി, ചിലര് തേര് വിട്ടു എന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പല പ്രവൃത്തികളെയും ഉദാഹരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രകടമായിട്ടും ഗുരുവിലെ അനുകമ്പ എന്താന്ന് ഗുരു നേരിട്ട് തന്നെ പറയുന്ന ഭാഗങ്ങളും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില നമ്മൾ നമ്മുടെ എഫേർട്ടിനെ ഇട്ടിട്ട്, അത് അറിവ് എന്ന് പറഞ്ഞ കൃതിയില് ഗുരു പറയുന്നുണ്ട്. അറിവ് അവിടെ ഉണ്ട്. ഈ അറിവ് എപ്പോഴാണ് അറിയപ്പെടുന്നതാവുക? അറിവ് അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. അറിവ് അറിയപ്പെടുന്നതാവണം. അറിവ് അറിയപ്പെടുന്നതാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അറിവിനെ അതിലേക്ക് ഇടണം. നിന്നറിവിട്ട് അത് അറിയപ്പെട്ടതായി എന്ന് പറയാം. അപ്പൊ നമ്മൾ നമ്മുടെ അറിവിട്ടിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. അപ്പൊ ഞാനത് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ ഗുരുവിന്റെ സങ്കല്പത്തിലെ അനുകമ്പ എന്ന് പറയുന്നത് അതിലൊരു മേൽ കീഴ് അത് ഒരാള് മറ്റൊരാൾക്ക് ചെയ്യുന്ന ഒരു ഔദാര്യം അല്ല. ഔദരം വേറെ കാര്യം, ഔദാര്യം അല്ല. അത് ഒരു പങ്കാളിത്ത പ്രക്രിയയാണ്, പങ്കിടുന്ന പ്രക്രിയയാണ്. അതൊരു സംവാദത്തിന്റെ പ്രക്രിയയാണ്. അതൊരു ശ്രദ്ധ ശ്രദ്ധ പുലർത്തേണ്ട ആവശ്യമുള്ള ഒരു ആശയവും ആണ്. ഇത് ഗുരു ഗുരു നാരായണ ഗുരു തന്നെ ഈ ആശയങ്ങൾക്കൊക്കെ ഉദാഹരണമായിട്ടും മാതൃകയായിട്ടും നമുക്ക് ഗുരുവിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഗുരുവിന്റെ ജീവിതത്തിനെ തന്നെ മനസ്സിലാക്കാം. ഞാൻ ഇത്രയും കാര്യങ്ങളാണ് അനുകമ്പയെ എങ്ങനെ മനസ്സിലാക്കാം നാരായണ ഗുരുവിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആശയങ്ങളിലൂടെ എന്നുള്ളതിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നന്ദി.